ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബട്ടർ കുക്കീസാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ കുക്കീസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള റോയൽ ഐസിങ്ങും കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 85 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സോൾട്ടഡ് ബട്ടർ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലൂടെ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ എല്ലായിടത്തും ആകുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ ഒരു പാകത്തിനാവുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ട ഡയറക്റ്റ് ഫ്ലോറിലേക്ക് ചേർക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫ്ലോറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പാച്ചില കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പ്രഷർ കൊടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബോളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. നല്ലപോലെ തണുത്ത് വന്നാൽ മാത്രമേ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. 2-3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഞാനിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടാണുള്ളത്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി ഒന്ന് തൂക്കി കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഇത് വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊരു 1/4 ഇഞ്ച് കനത്തിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കുക്കി കട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റാർ ഷേപ്പിലുള്ള കുക്കി കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള കുക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത ഡോ ആണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുക്കീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കുക്കീസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 160 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോ കുക്കീസും നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കീസ് ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇളക്കിയെടുക്കാവുന്നതാണ്. നമുക്കിനി ഇത് പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 18 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വയർ റാക്കിലേക്ക് മാറ്റുവാണ്. ഇനി ബാക്കിയുള്ള കുക്കിയുടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് കുക്കീസ് റെഡിയായി വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഇല്ലെങ്കിൽ ഇതുപോലുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ക്യാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള കുക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് ട്രേയിൽ വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് വേണം വെക്കാൻ. ഒരുപാട് ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് സ്പ്രെഡ് ആവുന്ന കുക്കീസ് അല്ല ഇത്. നമുക്കിനി ഇത് നേരത്തെ ബേക്ക് ചെയ്തെടുത്ത പോലെ തന്നെ 160 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കുക്കീസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള റോയൽ ഐസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഐസിങ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിനി കുക്കീസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോയൽ ഐസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം.
ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോഴിമുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിന് മുകളിലായിട്ട് ഒരു ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എഗ് വൈറ്റ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. എഗ് വൈറ്റ് വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. 2-3 മിനിറ്റ് ഇതിനെ മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. മുട്ട വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പാസ്ചറൈസ് ചെയ്ത മുട്ട കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫോമി ആയിട്ട് വരുന്നവരെ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഫോമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ എഗ് വൈറ്റ് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് തിക്കായി പോകേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരു ബൗളിൽ വൈറ്റും, ഒന്നിൽ റെഡും, ഒന്നിൽ ഗ്രീനുമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലെ ഫുഡ് കളറാണ്. അതും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് കളറേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 കളറും കൂടി പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കീസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് കുക്കീസ് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സാന്താക്ലോസിനെയാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കുക്കീസ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഐസിങ് ഒരുപാട് സ്പ്രെഡായി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഐസിങ് ഷുഗർ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇനി സാന്താക്ലോസിൻ്റെ ഐസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ സ്പ്രിങ്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് വെച്ചിട്ടാണ് അതിൻ്റെ ഐസ് വെച്ച് കൊടുത്തത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുക്കീസും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒരേ ഡിസൈൻ അല്ല ചെയ്തത്, പലതും പല ഡിസൈനിലാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഐസിങ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ കുക്കീസ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.